നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് രജനി കൺസ്ട്രക്ഷൻസിൽ ഒരു ആക്സിഡന്റ് നടക്കും. അതൊരു കൊലപാതകമാണെന്ന് ആരും അറിയാത്ത രീതിയിൽ. നാളത്തെ വർക്ക് നടക്കുന്നത് ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. ആ ഏരിയയിലെ ഇൻസ്പെക്ഷന് ഞാൻ രവിക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് അവനതിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴും. ചവിട്ടി നിന്ന പലക തെറ്റി എന്ന വ്യാജേന. എന്റെ മോളെ നശിപ്പിച്ച് കുടുംബത്തിന് അപമാനം വരുത്തി വെച്ച അവൻ എന്റെ കൺമുൻപിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് ഞാൻ കാണണം. രവീട്ടിനെ ആരോ അന്വേഷിച്ചു വന്നാണെന്ന് തോന്നുന്നു. മിസ്റ്റർ രവി ഇല്ലേ ഇവിടെ? ഇല്ലല്ലോ. ആരാ? മനസ്സിലായില്ല. ഞാൻ രവിയുടെ ഒരു ഫ്രണ്ടാണ്. എന്റെ പേര് ഗോപി. ഓഹോ, നിങ്ങളാണല്ലോ ഗോപി. സ്നേഹിതന് തക്ക സമ്മാനം കൊടുത്തിട്ടാണ് നിങ്ങൾ അന്ന് പോയത്. മനസ്സിലായില്ല. നിങ്ങൾ ഒരുത്തര കുടുംബം തകർത്തത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല അല്ലേ? അന്ന് രവിയെ ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം അവരുടെ വിവാഹമോചനം വരെ കൊണ്ടെത്തിച്ചു. വിവാഹമോചനം? അത് കഴിഞ്ഞിട്ട് കാലം എത്രയായി? ഇപ്പോഴെങ്കിലും സ്നേഹിതയെ കുറിച്ച് അന്വേഷിക്കാൻ തോന്നിയല്ലോ. ഫ്ലൈറ്റിന് സമയമായതുകൊണ്ട് ഞാൻ അവനെ ഫോണിൽ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഈ സംഭവങ്ങളൊന്നും സത്യത്തിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ടെലിഫോണിലൂടെയെങ്കിലും സ്നേഹിതന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാമായിരുന്നല്ലോ. ഞാൻ പല പ്രാവശ്യം ഇവിടെ വിളിച്ചത്. പകൽ സമയത്ത് പോലും ഇവിടെ ഫോൺ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ അവര് വീട് മാറിയിരിക്കുന്ന സംശയിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ദു ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്? അവരുടെ വീട്ടിൽ. എനിക്ക് ഉടനെ തന്നെ അവരെ കണ്ടു സംസാരിക്കണം. ഹലോ, രജനി കൺസ്ട്രക്ഷൻസ് അല്ലേ? അതെ. നിങ്ങൾക്ക് ആരെ വേണം? എഞ്ചിനീയർ രവി അവിടെ വന്നിട്ടുണ്ടോ? രവി സാർ ഇപ്പൊ വന്നേ ഉള്ളൂ. എന്താ വിളിക്കണോ? ഇപ്പൊ എവിടെയാണ് വർക്ക് നടക്കുന്നത്? മുകളിലത്തെ നിലയില. സാർ അങ്ങോട്ട് പോയിരിക്കുകയാണ്. വിളിക്കണോ? വേണ്ട. മോൾ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ അപ്പുറത്തിരുന്ന് കളിക്കായിരുന്നു. മമ്മി വന്ന ആന്റി? ഇല്ല, മമ്മി ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ വരും. അതുവരെ മോൾ അകത്തിരുന്ന് കളിച്ചു. ശരി ആന്റി. ശരി. May I come in? Yes, come in. എന്താ? ഡോക്ടർ ഇന്ദു ഇവിടെ ഉണ്ടോ? ഇല്ല. ഞങ്ങൾ ഇന്ദുവിന്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോ ഇന്ദു ഇങ്ങോട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇന്ദു ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. ഇപ്പൊ വരും. നിങ്ങൾ ആരാണ്? ഞാൻ രവിയുടെ ഒരു കൂട്ടുകാരനാണ്. പേര് ഗോപി. ദുബായിൽ നിന്ന് വരുന്ന വഴിയാണ്. രവിയും ഇന്ദുവും തമ്മിലുണ്ടായ എല്ലാ സംഭവങ്ങളും സലിം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അന്ന് ഷാലിമാർ ഹോട്ടലിൽ വെച്ചുണ്ടായ എല്ലാ സംഭവങ്ങൾക്കും ഉത്തരവാദി ഞാനാണ്. ഇന്ദു രവിയെ വെറുതെ തെറ്റിദ്ധരിച്ചതാണ്. തെറ്റിദ്ധാരണയാണെന്ന് ആര് പറഞ്ഞു? ഇന്ദു അവളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത് എങ്ങനെ തെറ്റിദ്ധാരണയാവും? എല്ലാം എല്ലാം വെറും തെറ്റിദ്ധാരണയാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം. ടു ലേറ്റ്. വളരെ വൈകിപ്പോയി. ഇക്കാര്യത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവനാണ് രവി. ഞാൻ കാരണം ആ ബന്ധം തകർന്നുകൂടാ. ക്ഷമിക്കണം, ഇത് കോടതിയല്ല. കുറ്റസമ്മതം നടത്താനും തെളിവുകൾ ഹാജരാക്കാനുമുള്ള സ്ഥലം ഇതല്ല. അത്രയെങ്കിലും അറിയാനുള്ള വിവേകം എനിക്കുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഔചിത്യമില്ലാത്തൊരു വക്കീലാണ് നിങ്ങളെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ. നിങ്ങളെപ്പോൾ ഒരു അഡ്വക്കേറ്റിന്റെ കയ്യിൽ കുരുങ്ങിപ്പോയ പാവം ഇന്ദുവിനെ കുറിച്ച് ഓർത്ത്
ഞാൻ ദുഃഖിക്കും. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോർത്ത് മാത്രം ദുഃഖിച്ചാൽ മതി. ഇന്ദുവിനെ വിട്ടേക്കും. ഇന്ദു എന്റെ രവിയുടെ ഭാര്യയാണ്. അവർ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്. ഇന്ന് ഇന്ദു രവിയുടെ ഭാര്യ അല്ല. നിങ്ങൾ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തർക്കിച്ച് ജയിക്കാനായിരിക്കും ഭാവം. പക്ഷെ ഞാൻ ഒന്നും അതിനല്ല. ഞാൻ നിയമം പഠിച്ചിട്ടുമില്ല. പക്ഷേ ഈ ലോകം ഒരുപാട് കണ്ടവനാണ് ഞാൻ. ജീവിതം ഒരു കളിക്കോപ്പ് പോലെ കയ്യിലിട്ട് പന്താടിയവൻ. പക്ഷേ രവി അങ്ങനെ ആയിരുന്നില്ല. അവനെല്ലാം ഇന്ദുവായിരുന്നു. അവന്റെ ലോകത്തിൽ അവൻ ഇന്ദുവും മിനിമോളും മാത്രമേ ഉണ്ടായിരുന്നു. സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന ആ കൊച്ചു കുടുംബത്തിൽ കറുത്ത നിഴൽ വീശിയത് ഞാനാണ്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. അന്ന് നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. എടാ, കല്യാണം കഴിഞ്ഞിട്ടും കുടുംബം, ബന്ധം, സ്നേഹം എന്നുള്ളതിനെ കുറിച്ച് നിനക്ക് മനസ്സിലാകാത്ത അത്ഭുതം. എന്റെ വൈഫ് എന്റെ ദൈവമാണ്. കല്യാണം കഴിഞ്ഞന്ന് രാത്രി ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാണ്. പിന്നെ ഇതുവരെ ഞാൻ ഇന്ന് മാറിയിട്ടില്ല, ഇങ്ങോട്ട് മാറുകയില്ല. രജനി, ഇന്ദു, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. രവി നിരപരാധിയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇന്ദു അന്ന് കേട്ടില്ല. അത് കേൾക്കാനുള്ള സന്മനസ് പോലും ഇത് കാണിച്ചില്ല. രജനി, എനിക്ക് തെറ്റുപറ്റി. രജനി, ഇല്ലെന്തോ നിനക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഇവര് രണ്ടുപേരും ചേർന്നുള്ള കള്ളക്കളിയാണിത്. നിങ്ങളൊരു സ്ത്രീയാണോ? ഇന്ദുവിന്റെ ആത്മാർത്ഥ കൂട്ടുകാരിയാണത്ര. ഒരു ഭാര്യയുടെയും അമ്മയുടെയും മനസ്സ് കാണാൻ കഴിയാത്ത നിങ്ങൾ എത്ര പഠിച്ചിട്ട് എന്തിനാ? രജനി, എനിക്കെന്റെ രവിയേട്ടനെ കാണണം. ഈശ്വര, എനിക്ക് ഭ്രാന്തായിരുന്നു. നല്ലവനായ എന്റെ രവിയേട്ടൻ. നല്ലവനായ എന്റെ രവിയേട്ടൻ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വഞ്ചകനാണ് അയാൾ. രജനി, ഇന്ദു, നിനക്കറിയില്ല, എനിക്കറിയാം. എന്നെയും എന്റെ കുടുംബത്തെയും തകർത്തവനാണ് അയാൾ. നിനക്കറിയാമോ? എന്റെ ഉഷയെ കൊന്നത് അയാളാണ്. രജനി, രവിയേട്ടൻ ഉഷയെ കൊന്നോ? ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഒന്നും അറിയാത്ത എന്റെ കൊച്ചനുജത്തിയെ പറഞ്ഞു മയക്കിയെടുത്ത് അവനോട് നശിപ്പിക്കുകയായിരുന്നു. ഞാൻ അറിഞ്ഞപ്പോ താമസിച്ചു പോയി. രവി എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. അങ്ങനെയൊന്നും പറയാതെ. എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ? ഉഷ ധൈര്യമായിട്ട് വിട്ടുപോകും. ചില ആരാ ഉഷയത്? എന്റെ കൂടെ കോളേജിൽ പഠിക്കുന്നതാ. നീ എന്തിനാ കരഞ്ഞത്? ഒന്നുമില്ല ചേച്ചി. ഉഷേ, നിന്റെ പോക്കത്ര ശരിയല്ല. ഡാഡി ഇത് അറിഞ്ഞാലുണ്ടല്ലോ